ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ആഘോഷത്തിൻ്റെ മയക്കത്തിൽ നിന്ന് ഉണർന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വന്നവർ അവരവരുടെ ജോലിക്കും പോയി തുടങ്ങി. ഇനി അടുത്ത വർഷത്തെ ഓണത്തിനായുള്ള കാത്തിരിപ്പ്. എന്നാൽ പലർക്കും ഇപ്പോഴും ഓണം തീർന്നിട്ടില്ല. അവരുടെ ഓണം കഴിയണമെങ്കിൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ഓണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നടക്കണം. ഇത്തവണത്തെ ഓണം ബമ്പർ നറുക്കെടുപ്പ് നടക്കുന്ന ഒക്ടോബർ 9 വരെ അത്തരക്കാരുടെ ഓണം കാണും. അന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന നറുക്കെടുപ്പിൽ ഏറ്റവും വലിയ സമ്മാന തുകയായ 25 കോടിയുടെ ഭാഗ്യം ടിക്കറ്റ് എടുത്ത ഒരാളെ തേടിയെത്തും. മാത്രമല്ല, ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. രണ്ടാം സമ്മാനമായി 20 പേർക്ക് ഓരോ കോടി രൂപ വച്ചും ലഭിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ 21 പേർ കോടീശ്വരന്മാരാകും എന്ന് ചുരുക്കം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഓണം ബമ്പർ ടിക്കറ്റ് വിൽപ്പനയിലൂടെ സർക്കാരിന് ലഭിക്കുന്ന തുക എത്രയാണ്? അതിനു മുൻപ് ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. തിരുവോണം ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാരിനും ലോട്ടറി വകുപ്പിനും ലോട്ടറി അടിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. കേരള സർക്കാരിനും ലോട്ടറി വകുപ്പിനും ലോട്ടറി അടിച്ചു എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം ലോട്ടറിയുടെ സമ്മാനം തന്നെയാണ്. 1-2 കോടിയല്ല, 25 കോടിയാണ് ഒന്നാം സമ്മാനം. മാത്രമല്ല 1 കോടി രൂപ ലഭിക്കുന്ന 20 പേരും. ഇത്രയും കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന ടിക്കറ്റ് ചൂടപ്പം പോലെയാണ് കേരളത്തിൽ വിറ്റുപോകുന്നത്. ഇതുവരെയുള്ള വിൽപ്പനയുടെ കണക്കെടുത്താൽ ഓണം ബമ്പർ ടിക്കറ്റിൻ്റെ വിൽപ്പന 37 ലക്ഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നിലവിൽ അച്ചടിച്ച 40 ലക്ഷം ടിക്കറ്റുകളിൽ 36,41,328 ടിക്കറ്റുകൾ വിറ്റുപോയെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ. പതിവ് പോലെ ടിക്കറ്റ് വിൽപ്പനയിൽ പാലക്കാട് ജില്ലയാണ് മുന്നിൽ. തിരുവനന്തപുരവും തൃശ്ശൂരും തൊട്ടു പിന്നിലുമുണ്ട്. ഈ വർഷം എത്ര ഓണം ബമ്പർ ടിക്കറ്റുകൾ വിൽപ്പന നടക്കും? അതായത് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം വിൽപ്പന 36 ലക്ഷം കടന്നു, 37 ലക്ഷത്തിലേക്ക് അടുക്കാൻ പോകുന്നു. ഒക്ടോബർ 9-ാം തീയതിയാണ് ഓണം ബമ്പർ നറുക്കെടുക്കുന്നത്. കറക്റ്റ് പറഞ്ഞാൽ ഇനി 19 ദിവസം കൂടിയുണ്ട് നറുക്കെടുപ്പിന്. കഴിഞ്ഞ വർഷം വിൽപ്പന നടന്ന ഓണം ബമ്പർ ടിക്കറ്റുകളുടെ എണ്ണം 75.76 ലക്ഷമായിരുന്നു. 85 ലക്ഷം ടിക്കറ്റുകളാണ് അന്ന് അച്ചടിച്ചത്. ഘട്ടങ്ങളായാണ് ടിക്കറ്റുകൾ അച്ചടിക്കുന്നത്. ആദ്യം 40 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിക്കുകയും അത് വിൽപ്പന നടന്നതിന് ശേഷം ബാക്കിയുള്ളവ അച്ചടിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത്തവണ 90 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിക്കാൻ ഉദ്ദേശിക്കുന്നത്. സർവകാല റെക്കോർഡായിരുന്നു കഴിഞ്ഞ വർഷം ഓണം ബമ്പർ ടിക്കറ്റ് വിൽപ്പനയിൽ നടന്നത്. ഇത്തവണ ആ റെക്കോർഡ് മറികടക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. ഓണം ബമ്പർ വിൽപ്പന പുരോഗമിക്കുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ, സംസ്ഥാന സർക്കാരിന് ഇതിലൂടെ ലഭിക്കുന്ന ലാഭം എത്ര? സമാന തുകയും മറ്റു ചിലവുകളും കഴിഞ്ഞ് സംസ്ഥാന സർക്കാരിന് എത്ര രൂപ ലഭിക്കും? അതിനു മുൻപ് ഓണം ബമ്പറിൻ്റെ ഇത്തവണത്തെ സമ്മാന വിവരങ്ങൾ ഒന്ന് പരിശോധിക്കാം. 10 സീരീസുകളായിട്ടാണ് ടിക്കറ്റ് പുറത്തിറക്കുന്നത്. ഒന്നാം സമ്മാനമായി ഇത്തവണ ലഭിക്കുന്നത് 25 കോടിയാണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. ഇക്കാര്യത്തിൽ സമാശ്വാസ സമ്മാനമുണ്ട്. 5 ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം ലഭിച്ച മറ്റു 9 സീരീസുകളിലെ നമ്പറുകൾക്ക് സമാശ്വാസമായി ലഭിക്കുന്നത്. രണ്ടാം സമ്മാനമായി ഓരോ കോടി രൂപ വീതം 20 പേർക്ക് നൽകുന്നു. മൂന്നാം സമ്മാനമായി നൽകുന്ന തുക 50 ലക്ഷമാണ്. അതും 20 പേർക്ക്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഓരോ സീരീസിലും 2 പേർക്ക് മൂന്നാം സമ്മാനം ലഭിക്കും. അങ്ങനെ 10 സീരീസുകളിലും കൂട്ടി 20 പേർക്ക് മൂന്നാം സമ്മാനമായ 50 ലക്ഷം വീതം ലഭിക്കും. നാലാം സമ്മാനം 5 ലക്ഷമാണ്. അത് 10 പേർക്ക് ലഭിക്കും. അതായത് ഓരോ സീരീസിലെയും ഓരോരുത്തർക്ക് 5 ലക്ഷം രൂപ വീതം നാലാം സമ്മാനം ലഭിക്കുന്നതാണ്. അഞ്ചാം സമ്മാനം 2 ലക്ഷം രൂപയാണ്. അതും നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ 10 പേർക്ക് ലഭിക്കും. ഓരോ സീരീസിലെയും ഓരോരുത്തർക്ക് വീതം. ആറാം സമ്മാനം 5000 രൂപയാണ്. 54,000 പേർക്ക് വരെ ഈ ആറാം സമ്മാനം ലഭിച്ചേക്കാം. 54,000 പേർക്ക് വരെ എന്ന് പറഞ്ഞത് ടിക്കറ്റ് വിൽപ്പന അനുസരിച്ചാണ് സമ്മാനം വിതരണം ചെയ്യുന്നത് എന്നുള്ളതിനാലാണ്. ഇനി ഏഴാം സമ്മാനത്തിൻ്റെ കാര്യം. 2000 രൂപയാണ് ഏഴാം സമ്മാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 81,000 പേർക്ക് വരെ ഏഴാം സമ്മാനം ലഭിച്ചേക്കാം. അതുപോലെ എട്ടാം സമ്മാനം 1000 രൂപയാണ്. 1,24,200 പേർക്ക് വരെ എട്ടാം സമ്മാനം കിട്ടിയേക്കും. ഒൻപതാം സമ്മാനം 500 രൂപയാണ്. 2,75,400 പേർക്ക് വരെ ഒൻപതാം സമ്മാനം ഇത്തവണ ലഭിച്ചേക്കും. പൂർണ്ണമായും ടിക്കറ്റ് വിൽപ്പന പൂർത്തിയാവുകയാണെങ്കിൽ ഈ മുകളിൽ പറഞ്ഞ അതേ ഘടനയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ 125 കോടി 54 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നൽകേണ്ടി വരുന്നത്.
ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സമ്മാനത്തിൻ്റെ കണക്കാണ്. നമുക്കറിയേണ്ടത് സർക്കാരിന് എത്ര രൂപ ലഭിക്കുമെന്നുള്ളതാണ്. അതായത് ഉദ്ദേശം ഇത്തവണ ഒരു 75 ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയെന്ന് കരുതുക. അതിലും കൂടുതൽ വിൽപ്പന നടന്നേക്കും. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഉദ്ദേശക്കണക്കാണ്. 75 ലക്ഷം ടിക്കറ്റുകൾ. 75 ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പന നടക്കുമ്പോൾ ആ വിൽപ്പനയിലൂടെ വന്നു ചേരുന്ന തുക 375 കോടിയാണ്. അതായത് 75 ലക്ഷം ടിക്കറ്റുകൾ മാത്രം നൽകുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം 75 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകൾ വിൽപ്പന നടന്നിരുന്നു. ഈ വർഷം അതിനേക്കാൾ ടിക്കറ്റുകൾ വിൽക്കപ്പെടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്നാണല്ലോ സമ്മാനത്തുക കൊടുത്തു തീർക്കേണ്ടത്. അപ്പോൾ വിറ്റ് കിട്ടുന്ന മുഴുവൻ തുകയിൽ നിന്നും സമ്മാനത്തുകയായി നൽകുന്ന സംഖ്യ കുറയ്ക്കണം. എന്നാൽ മാത്രമേ എല്ലാം കഴിഞ്ഞ് സർക്കാരിൻ്റെ കയ്യിൽ എത്ര രൂപ വരും എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ 75 ലക്ഷം ടിക്കറ്റുകൾ വിറ്റ 375 കോടിയിൽ നിന്ന് സമ്മാനത്തുകയായി നൽകുന്ന 125 കോടി 54 ലക്ഷം രൂപ കുറയ്ക്കണം. യഥാർത്ഥത്തിൽ അത്രയും വരില്ല കേട്ടോ. അതായത് ആകെ അച്ചടിക്കുന്ന 90 ലക്ഷം ടിക്കറ്റുകൾ മുഴുവൻ വിറ്റു തീർന്നാൽ മാത്രമാണ് ഈ 125 കോടി 54 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നൽകേണ്ടി വരുന്നത്. 6 സമ്മാനം മുതലുള്ള സമ്മാന ഘടനയിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നമ്മളിവിടെ മുഴുവൻ സമ്മാനത്തുകയും എടുക്കുകയാണ്. 375 കോടിയിൽ നിന്ന് 125 കോടി 54 ലക്ഷം രൂപ കുറച്ചാൽ 249 കോടി 46 ലക്ഷം രൂപ ഉത്തരമായി കിട്ടും. അതായത് സമ്മാനത്തുക കഴിച്ച് സർക്കാരിൻ്റെ കയ്യിൽ വരുന്ന തുകയാണ് ഈ പറഞ്ഞത്. ഈ 249 കോടി 46 ലക്ഷം രൂപ മുഴുവനും സർക്കാരിന് ലഭിക്കുമോ? ഇല്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഏജൻസി കമ്മീഷൻ. അതായത് സമ്മാനം അടിക്കുന്ന ടിക്കറ്റിനുള്ള ഏജൻസി കമ്മീഷനല്ല, ടിക്കറ്റ് വിൽപ്പന നടത്തുമ്പോൾ ഏജൻസിക്ക് കൊടുക്കുവാനുള്ള കമ്മീഷൻ. 25 കോടി ഒന്നാം സമ്മാനം അടിക്കുന്ന ടിക്കറ്റിന് 2.5 കോടി രൂപ ഏജൻസി കമ്മീഷൻ പോകും. അത് സമ്മാനത്തുകയിൽ നിന്നാണ് പോകുന്നത്. അതുപോലെ രണ്ടാം സമ്മാനത്തിനും മൂന്നാം സമ്മാനത്തിനുമൊക്കെ ഏജൻസികൾ അവരുടെ കമ്മീഷൻ പിടിക്കും. അതെല്ലാം സമ്മാനമടിക്കുന്ന ആളുടെ സമ്മാനത്തുകയിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ടിക്കറ്റ് വിൽക്കുമ്പോഴുള്ള കമ്മീഷൻ്റെ കാര്യമാണ്. അതായത് ഓണം മെമ്പർ ഒരു ടിക്കറ്റ് വിൽപ്പന നടത്തുമ്പോൾ വിൽപ്പന നടത്തുന്ന ഏജൻസിക്ക് കമ്മീഷനായി ലഭിക്കുന്നത് 96 രൂപയാണ്. അതായത് 10 ഓണം ടിക്കറ്റുകൾ ഒരു ദിവസം വിൽപ്പന നടത്തിയാൽ 960 രൂപ ലഭിക്കും. ഇതാണ് പറയുന്നത് ഓണം മെമ്പർ എന്നാൽ വാങ്ങുന്നവനും വിൽക്കുന്നവനും ലാഭമുള്ള കാര്യമാണ് എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 75 ലക്ഷം ടിക്കറ്റിൻ്റെയും കമ്മീഷൻ ഇതിൽ കുറയ്ക്കേണ്ടി വരും. കാരണം ഈ കമ്മീഷൻ നൽകേണ്ടത് ലോട്ടറി വകുപ്പാണ്. അങ്ങനെ നോക്കിയാൽ 72 കോടി രൂപ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ഏജൻസികൾക്ക് കമ്മീഷനായി നൽകണം. അപ്പോൾ നമ്മൾ നേരത്തെ കണക്ക് കൂട്ടി വച്ചിരിക്കുന്ന 249 കോടി 46 ലക്ഷം രൂപയിൽ നിന്നും 72 കോടി കുറയ്ക്കണം. 177 കോടി 46 ലക്ഷം. ഇത്രയും തുകയാണ് സർക്കാരിൻ്റെ കയ്യിൽ വന്ന് ചേരുന്നത്. അതായത് 75 ലക്ഷം ഓണം മെമ്പർ ടിക്കറ്റുകൾ വിൽപ്പന നടക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ വന്ന് ചേരുന്ന തുകയുടെ കണക്കാണിത്. എന്നാൽ അതിൽ കൂടുതൽ വിൽപ്പന നടക്കും എന്നുള്ളത് ഉറപ്പായ കാര്യവുമാണ്. പിന്നെ ഇതുകൂടാതെ ടിക്കറ്റ് അച്ചടി, പരസ്യം, തൊഴിലാളികളുടെ ശമ്പളം എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമുണ്ട്. എന്നിരുന്നാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും ലാഭകരമായ ഒരു സംഗതി തന്നെയാണ് ഈ ഓണം മെമ്പർ ടിക്കറ്റ് വിൽപ്പന. മറ്റു സംസ്ഥാനങ്ങളിൽ പേപ്പർ ലോട്ടറി ഇല്ലാത്തതിനാൽ കേരളത്തിലെ ലോട്ടറികൾക്ക് ഇതര സംസ്ഥാനങ്ങളിലും ആരാധകർ ഒത്തിരിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഓണം മെമ്പർ നറുക്കെടുപ്പിനോട് അനുബന്ധിച്ച് തമിഴ്നാട് സ്വദേശികളുടെ തള്ളിക്കയറ്റം ഉണ്ടാകുന്നതും പതിവായി നടന്നുവരുന്ന സംഭവങ്ങളാണ്. മാത്രമല്ല കഴിഞ്ഞ വർഷം ഓണം മെമ്പർ അടിച്ചത് കോയമ്പത്തൂർ സ്വദേശികൾക്കായിരുന്നു എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട്.